അധികാരക്കൊതിമൂത്ത് സ്വന്തം മുന്നണിയുടെ ഭരണം അട്ടിമറിക്കുന്ന വഞ്ചനയുടെയും ഒറ്റുകാരുടെയും രാഷ്ട്രീയ നാടകത്തിനാണ് പാലാ നഗരസഭ ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. സ്വതന്ത്ര കൂട്ടായ്മയെ ഒപ്പം കൂട്ടി ഭരിക്കാൻ ലഭിച്ച സുവർണാവസരം ഒരൊറ്റ വർഷം തികയുന്നതിന് മുൻപേ കോൺഗ്രസ് കൗൺസിലർമാർ തല്ലിക്കെടുത്തി. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ എന്ന അപൂർവ ഖ്യാതിയോടെ അധികാരമേറ്റ ദിയ ബിനു പുളിക്കക്കണ്ടത്തെ പിന്നിൽ നിന്ന് കുത്തി പുറത്താക്കിയതോടെ കോൺഗ്രസിന്റെ അച്ചടക്കമില്ലായ്മയും തമ്മിലടിയും വീണ്ടും മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് പൊളിക്കലുമായി ബന്ധപ്പെട്ട ചെറിയൊരു തർക്കത്തെ ഊതിപ്പെരുക്കി ഒടുവിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് സ്വന്തം കൗൺസിലർമാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് ഭരണം തളികയിൽ വെച്ച് കൊടുക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം. ഭരണം കാക്കാൻ DCC നേതൃത്വം അവസാന നിമിഷം വരെ നെട്ടോട്ടമോടിയെങ്കിലും പാർട്ടിയെയും അച്ചടക്കത്തെയും തൃണവൽക്കണിക്കുന്ന കൗൺസിലർമാർക്ക് മുൻപിൽ നേതൃത്വം അക്ഷരാർത്ഥത്തിൽ നിസ്സഹായരായി. പാർട്ടി കൊടുത്ത വിപ്പ് തങ്ങൾക്ക് കിട്ടിയില്ലെന്ന തട്ടിക്കൂട്ടി ന്യായങ്ങൾ പറഞ്ഞ് സ്വന്തം വഞ്ചനയെ ന്യായീകരിക്കാനാണ് കൗൺസിലർമാരായ ടോണി തൈപ്പറമ്പിൽ, ബിജു മാത്യൂസ്, രജിത പ്രകാശ്, ലിസിക്കുട്ടി മാത്യു എന്നിവർ ശ്രമിച്ചത്. പാലായിലെ കോൺഗ്രസുകാരുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനാണ് അവിശ്വാസത്തെ പിന്തുണച്ചതെന്ന ഇവരുടെ വാദം ചിരിക്കാൻ പോലും അർഹതയില്ലാത്ത തമാശ മാത്രമാണ്. അവിശ്വാസത്തെ അനുകൂലിച്ച കോൺഗ്രസ് വിമത മായ രാഹുലും ഈ രാഷ്ട്രീയ നാടകത്തിലെ പ്രധാന കഥാപാത്രമായി മാറി. കോൺഗ്രസ് നൽകിയ വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തവരെ വിമതർ എന്നല്ലാതെ മറ്റൊരു പേരും വിളിക്കാൻ കഴിയില്ല. മത്സരിക്കാൻ ചിഹ്നം നൽകിയ പാർട്ടിയെയും മുഖ്യമന്ത്രിയുടെയും KPCC പ്രസിഡന്റിന്റെയും നിർദ്ദേശങ്ങളെയും കാറ്റിൽ പറത്തിയ ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് അഡ്വക്കേറ്റ് ബിനു പുളിക്കക്കണ്ടം പറഞ്ഞത്. ഭരണം തകർന്നടിഞ്ഞതോടെ അടുത്ത ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ പദവികൾക്കായി അണിയറിയൽ സ്വാർത്ഥ താല്പര്യങ്ങളുടെ ചരടുവലികൾ തകൃതിയായി നടക്കുകയാണ്. സ്വതന്ത്ര മുന്നണിയുമായി ഇനി കൂട്ടുകൂടാൻ താല്പര്യമില്ലാത്തതിനാൽ നേരിട്ട് ഭരണം ഏറ്റെടുക്കാനില്ലെന്ന് വ്യക്തമാക്കിയ കേരള കോൺഗ്രസ് എം പകരം കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാനാണ് നീക്കം നടത്തുന്നത്. കോൺഗ്രസ് വിമതിയായിരുന്ന മായ രാഹുൽ, ലിസിക്കുട്ടി മാത്യു എന്നിവരെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ വൈസ് ചെയർമാൻ സ്ഥാനത്തിനായി ടോണി തൈപ്പറമ്പിലോ ബിജു മാത്യൂസോ രംഗത്തുണ്ടാവും. വിപ്പ് ലംഘിച്ച് അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച 4 കോൺഗ്രസ് കൗൺസിലർമാരുടെയും തലയ്ക്ക് മുകളിൽ അയോഗ്യതയുടെ ഭീഷണി തൂങ്ങി നിൽക്കുകയാണ്. DCC പ്രസിഡന്റോ മറ്റ് കൗൺസിലർമാരോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചാൽ പാർട്ടി വിട്ടുപോയതിന് തുല്യമായി കണക്കാക്കി ഇവരെ അയോഗ്യരാക്കാൻ നിയമപരമായി വഴിതെളിയും. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി പാർട്ടിയെയും ഭരണത്തെയും ഒറ്റുകൊടുത്ത ഇവർക്ക് ജനങ്ങൾ നൽകാൻ പോകുന്ന മറുപടി എന്തായിരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാക്കും.